വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം തുടങ്ങിയ മേഖലകളിലൊക്കെ കേരളം എന്തുകൊണ്ട് ഉത്തരേന്ത്യയ്ക്ക് മാതൃകയാകുന്നു എന്ന ചോദ്യത്തിന് പ്രവാസി എന്നാണ് ഉത്തരം. പരദേശത്ത് പിറന്ന നാടും കുടുംബവും വിട്ട് കുടിയേറിയ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ നാടിനെ നിർമ്മിച്ചത്. ഇന്നും അത് തുടരുന്നു. പക്ഷേ അവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? വിയർപ്പുവറ്റിയ പ്രവാസ മനുഷ്യർ ഭരണകൂടത്തിനെന്നും എടുക്കാച്ചരക്കാണ്. ഗൾഫിൽ വെച്ച് മരണപ്പെടുന്നവരെ പോലും വേണ്ടവിധം പരിഗണിക്കാൻ മുഖ്യധാരയ്ക്കാകുന്നില്ല. ഇവിടെ പ്രവാസികളെന്ന വലിയ വിഭാഗത്തെ ചേർത്തുപിടിക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്ത്. ICF, RSC തുടങ്ങിയ സംഘടനാ വഴികളിലൂടെ അറിവില്ലാതെയും ചതിയിൽപ്പെട്ടും പുറംനാടുകളിലെ കാരാഗൃഹങ്ങളിൽ കുടുങ്ങിപ്പോയ നൂറുകണക്കിന് മനുഷ്യർക്ക് മോചന വഴി തുറക്കാൻ പ്രസ്ഥാനത്തിനായി. അനേകം മയ്യിത്തുകളെ ഗൾഫ് നാടുകളിൽ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി മറമാടുന്നതിലും കുടുംബം ആവശ്യപ്പെടുന്നവരെ നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുന്നതിലും പ്രസ്ഥാനം മുന്നിൽ നിന്നു. അനേകർക്ക് ആശ്വാസമായി. വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹസാഫല്യകാലമായ ഹജ്ജ് സമയത്ത് സേവനനിരതരാകുന്ന RSC, ICF, ഹജ്ജ് വളണ്ടിയർ കോർ സമർപ്പിക്കുന്ന നിസ്തുല സേവനം അതിരുകളില്ലാത്തതാണ്. രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയമാണ് കോവിഡ് കാലം. ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ മരണപ്പെട്ടുകൊണ്ടിരുന്ന ഭീതിതമായ സാഹചര്യം. അവിടെ അക്ഷരാർത്ഥത്തിൽ കോടികളുടെ ഓക്സിജൻ പ്ലാന്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സമർപ്പിക്കുകയായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത് പ്രവാസി ഘടകമായ ICF. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കൈമെയ് മറന്നുള്ള പ്രാസ്ഥാനിക മുന്നേറ്റങ്ങളുടെ ചാലകമായി നിന്നത് പ്രവാസികളുടെ വലിയ മനസ്സാണ്. ജോലി നഷ്ടപ്പെട്ടും പ്രവാസം അവസാനിപ്പിച്ചും നാട്ടിലെത്തിയവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള മികവാർന്ന പ്രാദേശിക പദ്ധതികളും കേരള മുസ്ലിം ജമാഅത്ത് ആവിഷ്കരിക്കുന്നു.